എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോ ആയതുപൂർ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് നൈറ്റ് റൈഡേഴ്സിന്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജനുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. ഒരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക്ക് നായകന സിനിമയായിരുന്നു ബൾട്ടി. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബൾട്ടി. ഒരുപാട് സീനിയർ താരങ്ങൾ നല്ല അഭിപ്രായമാണ് ബൾട്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിനിമ തമിഴിലും റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിലാണ് ബൾട്ടി സിനിമ റിലീസ് എത്തുന്നത്. ഫെബ്രുവരി മാസത്തിലായിരിക്കും ബൾട്ടി സിനിമ വരുന്നതെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ നായകനായ സിനിമയാണ് പാതിരാത്രി. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. നവ്യ നായരാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ പാതിരാത്രി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. പാതിരാത്രി സിനിമ ഫെബ്രുവരിയിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളിയുടെ അടുത്തൊരു സിനിമയായിരുന്നു ബേബി ഗേള്. എന്നാൽ സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് ലഭിച്ചില്ല. ഇപ്പോഴിതാ ബേബി ഗേള് OTT റിലീസിന് ഒരുങ്ങുകയാണ്. സോണി ലിവ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ബേബി ഗേള് റിലീസാവുന്നതിന് മുൻപ് തന്നെ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് ബേബി ഗേളിൻ്റെ OTTയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി കാമിയോ റോളിൽ വന്ന സിനിമയാണ് ചത്തപ്പച്ച. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് വരുന്നത്. ഒരു ബോക്സിങ്ങിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ചത്തപ്പച്ചയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയാലും OTTയിൽ ഒരു വട്ടം കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയായിട്ടും OTTയിൽ ബസൂക്ക വരുന്നില്ല. നേരത്തെ ചില റിപ്പോർട്ടുകൾ പ്രകാരം C5 ആയിരുന്നു OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും കാലമായിട്ട് C5ഉം റിലീസാക്കിയിട്ടില്ല. ഇതിനർത്ഥം C5 വാങ്ങിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. പുതിയൊരു OTT പ്ലാറ്റ്ഫോം ബസൂക്കയുമായിട്ട് ഡീൽ നടത്തുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിവിൻ പോളി, മമിത ബൈജു തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി രാമചന്ദ്ര OTTയിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക്ക് നായകനായ സിനിമയാണ് വേല. കുറേ കാലമായി സിനിമ റിലീസായിട്ട് ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ത്രില്ലർ സിനിമ. ഇപ്പോഴിതാ മനോരമ മാക്സിൽ വേല സിനിമ റിലീസിലെത്തുകയാണ്. ജനുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി വേല സിനിമ മനോരമ മാക്സിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജ് നായകന സിനിമയായിരുന്നു വിലായത് ബുദ്ധ. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടതുകൊണ്ട് OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. നല്ല പ്രതീക്ഷയോടെയാണ് ബുദ്ധ വന്നത്. എന്നാൽ ആർക്കും തന്നെ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് വിലായത് ബുദ്ധ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമ റിലീസിന് മുന്നേ തന്നെ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. ജനുവരി മാസം ലാസ്റ്റ് വീക്കിൽ വിലായത് ബുദ്ധ ഹോട്ട്സ്റ്റാറിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാളൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് തേരെ ഇഷ്ക് മേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷ് നായകനായ ഹിന്ദി സിനിമയാണ് തേരെ ഇഷ്ക് മേ. നല്ല കളക്ഷനാണ് സിനിമ നേടിയെടുത്തത്. തിയേറ്ററുകളിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഈയൊരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ്. ജനുവരി മാസം 23-ന് തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും OTT റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.